السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا رسول الله أرسل بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലോകാനുഗ്രഹീമത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കപ്പെടുന്ന ഈ വേദിയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ തുണച്ച പ്രപഞ്ച പരിപാലകനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹീനിൻ വഹാൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല അവന്റെ ഖുർആനിലൂടെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا സത്യം വിശ്വസിക്കുന്നവരെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? എന്താണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലാഹ് തങ്ങളുടെ ഉസ്താദാണ് ഹത്തീമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ഒരിക്കൽ തന്റെ ഉസ്താദിന്റെ വീട്ടിൽ മഹാനായ ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലാഹ് തന്റെ ഉസ്താദിന്റെ വീട്ടിൽ തന്റെ ശിഷ്യനെ കൂട്ടി പോയപ്പോൾ അവിടെ നിന്ന് പുറത്തു വരികയാണ്. ഭക്ഷണം കഴിച്ച് പുറത്തു വരുമ്പോൾ ആ ശിഷ്യൻ പറയുകയാണ്, എന്റെ ശൈഖ് അവറുകളെ, എന്തൊരു മോശമാണ് കൈ കഴുകുന്ന നേരത്തെ പെണ്ണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എത്ര വലിയ മോശമാണ് എന്റെ ശൈഖേ. അത് ശരിയായില്ല ശൈഖേ, അത് മോശമാണ് ശൈഖേ എന്ന് 30 വർഷത്തോളം ആ വീട്ടിൽ ഇൽമു പഠിക്കാൻ പോയ, ഭക്ഷിക്കാൻ കയറിയ ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞപ്പോ ഷഖീഖുൽ ബൽഖിയുടെ മറുപടി എന്തെന്നറിയുമോ? ഓ ശിഷ്യ, എനിക്കറിയില്ലായിരുന്നു ശിഷ്യ, എന്റെ കയ്യിൽ വെള്ളം ഒഴിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല ശിഷ്യ എന്ന് പറഞ്ഞ മഹാന്റെ സൂക്ഷ്മതയും നമ്മുടെ സൂക്ഷ്മതയും എവിടെ കിടക്കുന്നു? 30 വർഷമായിട്ട് അറിഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ വെള്ളം ഒഴിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിട്ടില്ല. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്റെ 2 കണ്ണുകളും അഴിച്ചു വിട്ടിട്ടില്ല. ഒരു തന്റെ സ്വകാര്യത്തിലേക്ക് ഇടപെട്ടിട്ടില്ല. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങളുടെ വായിൽ നിന്ന് മോശമായ വാക്ക് പറയുകൾ നിങ്ങൾ ചെയ്യരുത്. മറിച്ച് ഖൗലൻ സദീദാ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട, അവന്റെ റസൂൽ ഇഷ്ടപ്പെട്ട വാക്കുകളെ നിങ്ങൾ പറയാവൂ. ويغفر لكم يصلح لكم أعمالكم
ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. നിങ്ങൾ നന്നാക്കിയാൽ, നിങ്ങളുടെ ലോക്സുകൾ നിങ്ങൾ നന്നാക്കിയാൽ, അല്ലാഹു നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരുന്നതാണ് മുഅ്മിനേ. അല്ലാഹു ഗഫാറാണ്, ഗഫൂറാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യം വിശ്വസിക്കുന്നവരെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് ചോദിക്കുന്നില്ലേ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഭയപ്പെട്ടത് അവരാണ് വിജയികൾ, അവരാണ് വിജയിച്ചവർ. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു അൻഹു 201 ജനിച്ച മഹാനാണ്. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് 3 വയസ്സുള്ളപ്പോൾ അൻദുർ ഇല സ്വലാത്തി ഖാലി മുഹമ്മദ് ഇബ്നു സിവാർ, എന്റെ അമ്മാവൻ, എന്റെ ഉമ്മയുടെ സഹോദരൻ അല്ലാമ മുഹമ്മദ് ഇബ്നു സിവാർ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുമായിരുന്നെന്ന് സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു തങ്ങൾക്ക് 3 വയസ്സുള്ളപ്പോൾ എഴുന്നേറ്റ് കാണുമ്പോൾ നിസ്കാരം അറിയില്ലായിരുന്നു, മറിച്ച് നിസ്കാരത്തിന്റെ മാധുര്യം അറിയാൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു അൻഹു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നിസ്കാരത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാമ മുഹമ്മദ് ഇബ്നു സിവാർ എന്നോട് പറഞ്ഞു, മോനെ സഹലേ, യാ സഹൽ, ഓ സഹലേ, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർക്കണ്ടേ, നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്മരിക്കണ്ടേ സഹലേ. എന്നോട് ചോദിച്ചപ്പോ മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എങ്ങനെയാണ് ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നത്, ഞാൻ എന്റെ റബ്ബിനെ എങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് ദുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവൻ മുഹമ്മദ് ഇബ്നു സിവാർ പറയുകയുണ്ടായി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹ് എന്റെ കൂടെയാണ്, അല്ലാഹ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലാഹ് എന്റെ ഷാഹിദാണ്, അല്ലാഹ് എന്റെ സാക്ഷിയാണ്. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിനെല്ലാം എന്റെ റബ്ബ് എനിക്ക് സാക്ഷിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പറഞ്ഞൂടെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ സഹലേ, എന്നോട് പറയുകയുണ്ടായി. ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, അല്ലാഹു മഈൻ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹ് എന്റെ കൂടെയാണ്, അല്ലാഹ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലാഹ് എന്റെ ഷാഹിദാണ്, അല്ലാഹ് എന്റെ സാക്ഷിയാണെന്ന് ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞു, അല്ലാഹു മഈൻ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്നിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞൂടെ സഹലേ, മനസ്സുകൊണ്ട് പറഞ്ഞു സഹലേ, നിങ്ങൾക്ക് നാവ് കൊണ്ട് പറഞ്ഞൂടെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞൂടെ സഹലേ, നിന്നോട് പറയുകയുണ്ടായി. ഞാൻ പറയാൻ തുടങ്ങി, അല്ലാഹു മഈൻ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞു, സഹലേ, നിങ്ങൾക്ക് എപ്പോഴും എല്ലാ രാത്രിയിലും നിങ്ങൾക്ക് 7 തവണ പറഞ്ഞൂടെ, അല്ലാഹു മഈൻ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്ന് നിങ്ങൾക്ക് 7 തവണ പറഞ്ഞൂടെ. ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു, അമ്മാവാ, ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലാഹു മഈൻ എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലാഹു നാദിരി എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലാഹു ഷാഹിദി എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് എന്റെ അമ്മാവൻ മുഹമ്മദ് ഇബ്നു സിവാർ പറയുകയുണ്ടായത്, സഹലേ, താങ്കൾക്കിത് 11 പ്രാവശ്യം പറഞ്ഞൂടെ, സഹലേ.
എന്ന് പറഞ്ഞപ്പോ ഞാനതും പറയാൻ തുടങ്ങി. അല്ലാഹു മഈൻ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു, അമ്മാവാ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അമ്മാവാ 11 പ്രാവശ്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പറയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മാവാ, ഇത് പറയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഇത് പറയുമ്പോ എനിക്ക് വല്ലാത്ത മാധുര്യം അനുഭവപ്പെടുന്നത് അമ്മാവാ. ഇവരാണ് അള്ളാഹുവിനെ അറിഞ്ഞവർ, അള്ളാഹുവിന്റെ മധുരത്തെ അറിഞ്ഞവർ ഇവരാണ്. പെണ്ണുങ്ങളോട് സ്ത്രീകളോട് അല്ലാഹു തആല പറഞ്ഞല്ലോ, തലയോടുകൂടെ നെഞ്ച് മറക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീ എങ്ങാനും അങ്ങനെ പറഞ്ഞാൽ അവരുടെ നിസ്കാരത്തിന് വല്ലാത്ത മധുര്യമാണ്, നോമ്പിന്റെ മധുര്യമാണ്. തആല നമ്മെ തഖ്വയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു